മാഷേ, ഇന്ത്യയിലെ മാധ്യമങ്ങൾ ആരും തന്നെ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ പോയ ഒരു വാർത്തയുണ്ട്. അതായത് ബീജിങ്ങിൽ ഇന്ത്യൻ എംബസി ഒരു സിമ്പോസിയം സംഘടിപ്പിച്ചു. ആ സിമ്പോസിയം ചൈനയുടെ തലസ്ഥാനത്ത്. ആ സിമ്പോസിയം എന്ന് പറയുന്നത് നമ്മുടെ ഭഗവത്ഗീതയെ ആസ്പദമാക്കിയുള്ളതാണ്. അപ്പോൾ അതിൽ പങ്കെടുത്ത ഒരു ആൾ എന്ന് പറയുന്നത് അദ്ദേഹം ഭഗവത്ഗീത ചൈനീസ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ പ്രൊഫസർ ഷാങ് ബാവോ ഷെങ് എന്നാണ് ഈ 88-കാരനായ ഇദ്ദേഹത്തിൻ്റെ പേര്. ഷെങ് എന്നാണ് പേര്. അപ്പോൾ അദ്ദേഹം ഈ ഗ്രന്ഥത്തെ വിശേഷിപ്പിക്കുന്നത്, ഭഗവത്ഗീതയെ വിശേഷിപ്പിക്കുന്നത് ആത്മീയ ഇതിഹാസം എന്നുള്ളതാണ്. അപ്പോൾ ഈ വാർത്തയൊന്നും തന്നെ, അതായത് ഭഗവത്ഗീതയ്ക്ക് വീണ്ടും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചൈനീസ് അങ്ങനെ ഒരു രാജ്യം മുന്നോട്ട് വരുന്നു. അതിന് എന്താ പറയുക, ഭഗവത്ഗീത എന്നും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഒന്നും ആരും വേണ്ടത്ര ഗൗനിക്കാതെ പോകുന്നു. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ റിപ്പോർട്ടിൽ നിന്ന് മാഷ്ക്ക് എന്താണ് അതിൽ മനസ്സിലായത്? ഈ റിപ്പോർട്ട് എന്നെ ഒരുപാട് തലങ്ങളിൽ സന്തോഷിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ചൈനയെക്കുറിച്ച് നമ്മൾ നല്ല വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ചൈനയുടെ ഇരുമ്പ് മറയും, ചൈനയുടെ കടുത്ത അച്ചടക്കവും, ചൈനയുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള പൗരാവകാശങ്ങൾക്ക് മേലെയുള്ള നിയന്ത്രണങ്ങളെയൊക്കെ നമ്മൾ അപലപിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ അതേ സമയത്ത് പുതിയ ചൈനയിൽ, പഴയ മാവോയുടെ ചൈനയിൽ നിന്ന് പുതിയ ഷീ ജിൻപിങ്ങിൻ്റെ ചൈനയിലേക്ക് വരുമ്പോൾ ചൈന മതവിശ്വാസത്തിന് കുറെ കൂടി ഉദാരമായ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് എന്ന് വേണം ഇത്തരം വാർത്തകൾ എന്നറിയാൻ. ഇതിനു മുമ്പ് രാമായണത്തെക്കുറിച്ചുള്ള വാർത്ത വന്നിരുന്നു. അതിനു മുമ്പ് ഞാൻ തന്നെ ഇപ്പോൾ ചൈനയിൽ നിരന്തരമായി പോയി വരുന്നുണ്ടല്ലോ, പഴയ പോലെയല്ല. ചൈന ആക്സസ് ഉള്ള സ്ഥലമാണല്ലോ. ചൈനയിൽ ധാരാളം കച്ചവടക്കാർ, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ, മലബാറിൽ നിന്നൊക്കെ ധാരാളം കച്ചവടക്കാർ ദിവസേന എന്നോണം ചൈനയിലേക്ക് പോയി വരുന്നത്. നമ്മൾ പല കൂട്ടുകാരും അവരൊക്കെ പറയുന്നത് ചൈനയുടെ തെരുവുകളിൽ മുസ്ലിം പള്ളിയുണ്ട്, ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ വിശ്വാസത്തിന് വലിയ സ്വാതന്ത്ര്യം വരുന്നുണ്ട്. അപ്പോഴും ഇവിടെ ഒരു പ്രചാരം നടക്കുന്നുണ്ട്, അവിടെ മുസ്ലിങ്ങളായ വിശ്വാസികളെ പീഡിപ്പിക്കുന്നു, ഉറുഗ്വേ മുസ്ലിങ്ങൾ, അല്ലേ, ഉയ്ഗൂർ മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആക്ഷേപമുണ്ട്. അപ്പോഴും നേരനുഭവം പറയുന്നത് മറിച്ചാണ്. ചൈനയെ നമുക്ക് ആ അർത്ഥത്തിൽ ചൈനയോട് കുറച്ച് അനുഭാവം കാണിക്കാനും, ചൈനയോട് കുറച്ചുകൂടി ഒരു സഹോദര ബുദ്ധി കാണാനും ഒക്കെയുള്ള ഒരു പ്രേരണ നൽകുന്നുണ്ട് ഈ വാർത്ത. മതവിശ്വാസം മനുഷ്യൻ്റെ മൗലികമായൊരു അവകാശമാണ്. ആ അവകാശം, നമ്മൾ പറയുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങളൊക്കെ നടക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ചൈനയിൽ പോലും മതവിശ്വാസത്തെ ഹനിക്കുന്നില്ല. എല്ലാ വിഭാഗം മതവിശ്വാസത്തിന് സ്വാതന്ത്ര്യമുണ്ട്. മതം വിശ്വസിക്കാൻ, പ്രചരിപ്പിക്കാൻ, വേദഗ്രന്ഥങ്ങൾ പഠിക്കാൻ. അത് ചൈനയിൽ മാത്രമല്ല, കൺഫ്യൂഷ്യസിൻ്റെ വേദങ്ങളല്ല, അല്ലെങ്കിൽ കൺഫ്യൂഷ്യസിൻ്റെ വിശ്വാസമല്ല, ഇന്ത്യയുടെ, അറേബ്യയുടെ ഒക്കെ വേദങ്ങളെ ഈ ചൈനീസ് ഭാഷയിലേക്ക് പരാവർത്തനം ചെയ്തിട്ട് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിനൊന്നും അവിടെ തടസ്സമില്ല എന്ന് കാണുന്നതിൻ്റെ ഒരു വാർത്ത തീർച്ചയായിട്ടും ചൈന എന്ന രാജ്യത്തിന് നമ്മൾ കൊടുക്കേണ്ട റെസ്പെക്റ്റാണ്, ഒരു തിരിച്ചറിവാണ്. തീർച്ചയായിട്ടും അവരെ അഭിനന്ദിക്കേണ്ടത്. ഇതേ സമാനമായൊരു അനുഭവം പണ്ടുണ്ടായിട്ടുണ്ട്. ഇവിടുന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഹജ്ജിന് പോയി, ഞങ്ങളുടെ മലബാറിൽ നിന്ന്. EK ഇമ്പിച്ചിബാവ എന്നുണ്ട്, മുൻ മന്ത്രിയാണ് അദ്ദേഹം, ട്രാൻസ്പോർട്ട് മന്ത്രി, 67-ലെ. അദ്ദേഹം ഹജ്ജിന് പോയപ്പോൾ വലിയ കോലാഹലം ഉണ്ടായി. അന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് മതാചാരങ്ങളൊന്നും പാടില്ല, മതവിശ്വാസം തന്നെ തെറ്റാണ്. അപ്പോൾ അദ്ദേഹം ധൈര്യമായി, അദ്ദേഹം ഭയങ്കര ധീരനായിരുന്നു, പാർട്ടിക്കകത്തും പുറത്തും ഒക്കെ. അദ്ദേഹം പോയി വന്നപ്പോൾ വലിയ കോലാഹലം. കമ്മ്യൂണിസ്റ്റായ ഇമ്പിച്ചിബാവ ഹജ്ജിന് പോയി, ഇത് എന്ത് കമ്മ്യൂണിസമാണെന്നൊക്കെ ചോദിച്ച ആളുകൾ പുറത്ത് കോലാഹലം തുടങ്ങി. അപ്പോൾ അദ്ദേഹം ഒരു പൊതുയോഗത്തിൽ ഒരു പുസ്തകം ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രസംഗിച്ചു. ഞാൻ എന്തിനാ പോയത് എന്ന് എന്നെ വിമർശിക്കാൻ, പ്രധാനമായിട്ട് ആരാ വിമർശിക്കുന്നത്? സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെതിരെയുള്ള മുസ്ലിം ലീഗും മുസ്ലിം സംഘടനകളൊക്കെയാണ്. ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റാണല്ലോ. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഹജ്ജോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കി. അപ്പോൾ അദ്ദേഹം ഒരു പുസ്തകം ഉയർത്തി കാണിച്ചുകൊണ്ട്, ഞാൻ ഇതൊന്ന് കാണാൻ വേണ്ടി പോയതാണ്. ഇത് ഏതാണെന്നറിയോ? ചൈനീസ് ഭാഷയിലുള്ളൊരു ഖുർആനാണ്. ഇത് കിട്ടാൻ അവിടെ തന്നെ പോണ്ട കൂട്ടരെ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം സംസാരിച്ച് എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ അത്തരത്തിലുള്ള ഒരു ചൈനയുണ്ട് എന്നറിയാൻ ഇത് നല്ലതാണ്. ചൈന മതവിശ്വാസത്തെ ഹനിക്കുന്നില്ല എന്നതൊരു പാഠമാണ്. രണ്ടാമത്തെ കാര്യം, ഒരു രാജ്യത്തെ എംബസി, ഇതിപ്പോൾ നടത്തിയത്, ഈ പരിപാടി ചൈനയിൽ നടത്തിയത് ഇന്ത്യൻ എംബസിയാണ്. ചൈനയിലെ ഇന്ത്യൻ എംബസി അംബാസിഡർ ആരാണ്? പ്രദീപ് കുമാർ റാവത്ത് എന്ന അംബാസഡർ ചൈനയിൽ പോയി ചെയ്യേണ്ട പണി എന്താ? അംബാസഡർമാർക്ക് സത്യത്തിൽ വലിയ രൂക്ഷമായ പ്രശ്നങ്ങളും യുദ്ധങ്ങളും സംഘർഷമൊന്നും ഇല്ലെങ്കിൽ ഒരു പണിയും ചെയ്യാതെ അവിടെ സുഖവാസത്തിന് പോകുന്ന ഒരു ഉദ്യോഗമാണ്. ലക്ഷക്കണക്കിന് രൂപ ശമ്പളവും സൗകര്യങ്ങളും കിട്ടും. പക്ഷേ ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് അവർക്ക് അവിടെ നയപരമായ കാര്യങ്ങൾ, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനില്ലെങ്കിൽ പോലും കൾച്ചറലായ ഒരു പണി ഏൽപ്പിക്കുകയാണ്.
നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്കങ്ങൾ തീർക്കേണ്ട നേരത്ത് തീർത്തോളൂ. ഹിമാചൽ പ്രദേശിലെ പ്രശ്നങ്ങൾ തീർത്തോളൂ, അതിർത്തിയുടെ പ്രശ്നം തീർത്തോളൂ, ഈ തിബറ്റിൻ്റെ പ്രശ്നം തീർത്തോളൂ, ഒക്കെ നല്ലതാണ്. ദലൈലാമയുടെ ഇഷ്യൂ തീർത്തോളൂ. അങ്ങനെയൊക്കെ ആണെങ്കിലും ആ കൂട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പണിയുണ്ട്, ഇന്ത്യൻ സംസ്കാരം പ്രചരിപ്പിക്കുക. അതിനും അംബാസഡർ ആവാമല്ലോ. അംബാസഡർ എന്ന് പറഞ്ഞാൽ എന്താ, എ ബ്രിഡ്ജാണ് ബിറ്റ്വീൻ ടു കൺട്രീസ്. അപ്പോൾ ഇന്ത്യയുടെ കൾച്ചർ പ്രചരിപ്പിക്കാനും കൂടി നിങ്ങൾ സമയം കണ്ടെത്തണമെന്ന് ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞിരിക്കണം. അത് മോദി ഗവൺമെൻറ്റിൻ്റെ ഒരു നയമാണ്, ഈ ഇന്ത്യയുടെ സംസ്കാരം പ്രചരിപ്പിക്കുക. കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് RSSന് 100 വയസ്സൊക്കെ പൂർത്തിയായ സമയത്ത് RSS ഒരു കൾച്ചറൽ നാഷണാലിറ്റിയുടെ വക്താക്കളാണല്ലോ. അതുകൊണ്ട് ഇന്ത്യ ഭദ്രമായി നിലനിൽക്കുന്നത്, ഇന്ത്യ ഇത്ര ശക്തമായി മുന്നേറുന്നത് ഇന്ത്യയുടെ കൾച്ചർ ഭദ്രമായതുകൊണ്ടാണെന്നുള്ള അതിൻ്റെ അർത്ഥം. അതുകൂടി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. അതാണ് രണ്ടാമത്തെ കാര്യം. ഇതിൽ ഇവർ പറയുന്ന ഒരു കാര്യം ഭയങ്കര രസകരമാണ് മാഷേ. ജ്ഞാനത്തിന്റെ അമൃത് എന്നൊക്കെയാണ് ഭഗവത്ഗീതയെ ഇവർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സംഗമം, ഇന്ത്യൻ ദാർശനിക പാരമ്പര്യങ്ങളുടെ സംഗമം എന്ന പേരിലാണ് ഈ പരിപാടി നടത്തിയിട്ടുള്ളത്. ഈ പറയുന്ന ഗീതയെ ദാർശനിക വിജ്ഞാനകോശം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. അത് എത്രത്തോളം ഔന്നത്യത്തിലാണ് ഗീതയെ കുറിച്ച് അവർ പറയുന്നത്. എലിക്സിർ ഓഫ് നോളജ് എന്ന് പറയും, അതായത് വിജ്ഞാനത്തിൻ്റെ അമൃത്. അത് നമ്മുടെ ഭാരതീയ പുരാണങ്ങളെക്കുറിച്ചൊക്കെ ആഴത്തിൽ വായിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രയോഗമാണ്, ആഴത്തിൽ പ്രയോഗിച്ചിട്ടുള്ളതാണ്, അറിഞ്ഞവരൊക്കെ പ്രയോഗിച്ചതാണ്. ഇതിലിപ്പോൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ചൈനയെ മാത്രമല്ല ആദരിക്കുന്നത്, ഇന്ത്യൻ സംസ്കാരത്തെ ചൈനയിൽ പ്രചരിപ്പിക്കുക മാത്രവുമല്ല, ചൈനീസ് ഭാഷയിലേക്ക് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ആത്മീയ ഗ്രന്ഥത്തെ പരിഭാഷപ്പെടുത്തിയ മഹാനായ ഒരു ചൈനീസ് പണ്ഡിതനെ ആദരിക്കുക കൂടുകയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? അദ്ദേഹത്തിൻ്റെ പേരാണ് ഷാങ് ബവോഷെങ്. ഷാങ് ബവോഷെങ്. അദ്ദേഹം 1984-നും 86-നും ഇടയിൽ കന്യാകുമാരി മുതൽ ഗോരഖ്പൂർ വരെയുള്ള ഇന്ത്യയിലുടനീളം നടത്തിയ യാത്രകളൊക്കെ അനുസ്മരിച്ചുകൊണ്ടൊക്കെയാണ് ഈ ഒരു കാര്യമൊക്കെ ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 2 കൊല്ലം തുടർച്ചയായിട്ട് ആലോചിച്ചു, നമ്മളൊന്നും പോയിട്ടുണ്ടാവില്ല 2 കൊല്ലം ഇന്ത്യയെ കാണാൻ. അപ്പോൾ ഇന്ത്യക്ക് പുറത്തു നിന്ന് വന്ന ഒരു ചൈനീസ് സഞ്ചാരി, പണ്ട് ഈ ഹുയാങ് സാങ് ഒക്കെ വന്നതുപോലെ ഈ അങ്ങനെ ഒരു സഞ്ചാരി വന്ന് 2 കൊല്ലം ഇന്ത്യ ഉടനീളം കറങ്ങിത്തിരിഞ്ഞ് ഇന്ത്യയുടെ ഭൂപ്രകൃതിയും ഇന്ത്യയുടെ സൗന്ദര്യവും ഇന്ത്യയുടെ സംസ്കാരവും ഒക്കെ പഠിച്ചെടുത്തിട്ട് അതിൻ്റെ ആവേശത്തിൽ പോയിട്ട് ഇന്ത്യയുടെ വേദഗ്രന്ഥമായ ഒരു ഭഗവത്ഗീത പോയി അദ്ദേഹത്തിൻ്റെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. ആ മനുഷ്യന് നമ്മൾ വലിയ സല്യൂട്ട് കൊടുക്കണം. ആ മനുഷ്യൻ ബഹുമാനിക്കുന്നത് ആരെയാണ്? ഇന്ത്യയാണ്, ഇന്ത്യൻ സംസ്കാരത്തെയാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, ഗീതയെ വെറും ഒരു വേദഗ്രന്ഥമായിട്ടല്ല, മറിച്ച് ഇന്ത്യയുടെ ആത്മാവിൻ്റെ ജീവസുറ്റ പ്രകടനമാണ് എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, അദ്ദേഹം കൃത്യമായിട്ട് വായിച്ചു. ഇത് വായിക്കാൻ പലപ്പോഴും പ്രയാസമുള്ളത് ആർക്കാണെന്നറിയോ? അങ്ങനെ കാണാൻ പറ്റാത്തത് നമ്മൾ ഈ പാവ ഇന്ത്യക്കാർക്കാണ്. ഇന്ത്യയിൽ ജീവിക്കുന്നവർക്ക് ഇന്ത്യയുടെ വലിപ്പം അറിഞ്ഞൂടാ. ഞാൻ ഈയിടെ സമാനമായൊരു കാര്യം പറയാം. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് മാഷേ, നമ്മുടെ സംസ്കാരം, നമ്മുടെ സംസ്കൃതി എന്നൊക്കെ ഞാൻ പറയുമ്പോൾ എല്ലാവരും ചോദിക്കും, എന്ത് സംസ്കാരം? ആരെങ്കിലും കൊണ്ടുവന്ന് തന്നിട്ടുള്ളത് സ്വാംശീകരിച്ചിട്ടുള്ളതല്ലാണ്ട് നമുക്ക് എന്ത് സംസ്കാരമാണുള്ളത്? എല്ലാം ഈ പറയുന്ന ചവിട്ടി മതിക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ മേൽ ഉള്ള സംസ്കാരമല്ല. അല്ലാണ്ട് എന്തെങ്കിലും നല്ലതുണ്ടോയെന്ന് എന്നോട് മുഖത്ത് നോക്കി ചോദിച്ചിട്ടുള്ള ആളുകളുണ്ട്. ഇവരോടൊക്കെ എന്ത് മറുപടി പറയാനാണ്? അല്ല, അതിന് മറുപടി അല്ല. അവർക്ക് അവരെ പഠിച്ചിട്ടില്ല, അവനവനെ അറിഞ്ഞിട്ടില്ല, നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെ അവർ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നാ. ഇത് മനോഹരമായി പറഞ്ഞ ഒരു എഴുത്തുകാരനെ, ലോകപ്രസിദ്ധനായ ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പൗലോ കൊയ്ലോ എന്നാണ്. ആൽക്കമിസ്റ്റിൻ്റെ വിജയം. ആൽക്കമിസ്റ്റാണ് ലോകത്തിൽ ഈ നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട പുസ്തകം. 204 രാജ്യങ്ങളാണ് ലോകത്ത് ആൾപ്പാർപ്പുള്ളത്. അതിൽ ഏതാണ്ട് 175 രാജ്യത്തും ഈ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട് പോയിട്ടുണ്ട്. പുസ്തക വിൽപ്പനയുടെ സർവ്വകാല റെക്കോർഡും ഭേദിച്ച ഒരു പുസ്തകമാണ്. കൊച്ചു പുസ്തകമാണ്, 100 പേജേ ഉള്ളൂ. വായിച്ചല്ലേ? അപ്പോൾ പൗലോ കൊയ്ലോയുടെ എങ്ങനെയാണ് ഇത്, എവിടുന്നാണ് ഈ ബീജം കിട്ടിയത്, എന്താ ഇതിൻ്റെ വിജയരഹസ്യം എന്ന് അദ്ദേഹത്തോട് ഒരു പത്രസമ്മേളനത്തിൽ പത്രക്കാരൻ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ആരോടും പറയരുത്, ഇത് പാവം ഇന്ത്യക്കാരുടെ ഫിലോസഫിയാണ്, അവർക്കത് വിറ്റഴിക്കാൻ അറിഞ്ഞൂടാ, ഞാനത് സമർത്ഥമായി ചെയ്തു എന്നാണ്. ഈ പൗലോ കൊയ്ലോയുടെ മിക്ക പുസ്തകങ്ങളും ഇന്ത്യൻ ഫിലോസഫിയാണ്. എന്താ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ഓർമ്മയില്ലേ? ഇപ്പോൾ അൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞാൽ സാന്റിയാഗോ എന്ന് പറയുന്നൊരു ഇടയൻ, അവന് ഫാത്തിമ എന്ന് പറയുന്നൊരു കുട്ടിയെ കെട്ടണം. അപ്പോൾ ഫാത്തിമാൻ്റെ ബാപ്പ ചോദിക്കുന്ന പുരുഷധനം കൊടുക്കണം, സ്ത്രീധനമല്ല, പുരുഷധനം കൊടുക്കണം. അപ്പോൾ ആരോ പറയും, എങ്ങനെയെങ്കിലും കാശുണ്ടാക്കിയാലേ ഓളെ കെട്ടാൻ പറ്റുള്ളൂ. പ്രണയം മൂത്ത് നടക്കുകയാണ് അവൻ, രാവും പകലും ഉറങ്ങാതെ ആടുകളെ മേച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അവനോട് ആരോ പറഞ്ഞു കൊടുത്തു, ഒരു സിദ്ധൻ പറഞ്ഞു കൊടുത്തു, ആന്തലൂസിലൊരു പൊയ്ക്കോ, അവിടെ ഒരു നിധി നിന്നെ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ അത് തേടി അലയാണ്. എവിടെ നിധി? അവസാനം അവൻ നിധി കണ്ടെത്തി. എവിടെ? അവൻ്റെ കാൽച്ചുവട്ടിൽ തന്നെ. എന്ന് പറഞ്ഞാൽ നിൻ്റെ സമ്പത്ത് എവിടെയാണ്? നിൻ്റെ ശക്തി എവിടെയാണ്? നിൻ്റെ തന്നെ ഉള്ളിലാണ്. തത്വം അസി. ഇത് ഇന്ത്യയുടെ ഫിലോസഫിയാണ്.
ഇത് വേറെ ആർക്കും അറിഞ്ഞൂടാ, ഇന്ത്യക്കാർക്ക് ഇത് വിൽക്കാനും അറിഞ്ഞൂടാ, അവർക്ക് അതിൻ്റെ വില അറിഞ്ഞൂടാ, അവർക്ക് അതിനോട് ബഹുമാനമില്ല. എന്നാൽ എനിക്ക് നല്ല ബഹുമാനമുണ്ട്, ഞാനത് വിറ്റഴിച്ചു എന്നാണ്. ഇത് തന്നെയാണ് ഇദ്ദേഹവും പറഞ്ഞത്, ഇന്ത്യക്കാർക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഇത് ചൈനക്കാർക്ക് അറിയാം, ചൈനീസ് പണ്ഡിതനെ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ അവർ പറയുന്നത് ജീവിതത്തിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുള്ള ഗീതയുടെ 3 വഴികൾ: 1 കർമ്മയോഗം, അതായത് നിസ്വാർത്ഥ പ്രവർത്തനത്തിന്റെ പാത; 2 സാഖ്യയോഗം, സാഖ്യയോഗം എന്ന് പറഞ്ഞാല് അറിവിന്റെ പാത. അതെ, ജ്ഞാനയോഗം. നമ്മൾ ജ്ഞാനയോഗം എന്ന് പറയുന്നതാണ് സാഖ്യയോഗം എന്ന് പറയുന്നത്. പിന്നെ 1 ഭക്തിയോഗം, ഭക്തിയുടെ പാത. ഇതെല്ലാം ഇതിലുണ്ട് എന്ന് അവർ ചൂണ്ടിക്കാട്ടുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചൈനക്കാർക്ക് മനസ്സിലായി, നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല, നമുക്ക് അതിന്റെ മഹത്വം മനസ്സിലായിട്ടില്ല. എല്ലാം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ പറഞ്ഞ എല്ലാ മനുഷ്യരും ആദ്യം ഉൾക്കൊള്ളേണ്ടത് ഇതാണ്. ഒരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം. എനിക്ക് തോന്നുന്നു ഒരു കഥ എന്ന് വെച്ചാൽ ഈ മലയാളത്തിലെ ബഷീറിൻ്റെ കഥയാണ്, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥയാണ്. ഞാനതൊരു ഒരു അര മിനിറ്റ് കൊണ്ട് പറയാം. അതെങ്ങനെയാണ്, ബഷീറിൻ്റെ കഥകളിൽ നല്ലതും ചീത്തയുണ്ട്. മോശം കഥകളിൽ ബഷീർ എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു തലക്കെട്ട് കൊണ്ട് മാത്രം വായിച്ചു പോയ കഥയാണ്. ചില തലക്കെട്ടുകൾ അങ്ങനെ, നമ്മൾ ഈ തമ്പു കൊടുക്കുന്ന പരിപാടിയാണ്, നീയൊക്കെ അതിൻ്റെ ഉസ്താദാണല്ലോ, തമ്പു കൊണ്ട് ആളുകളെ കേൾപ്പിക്കുക. അപ്പോൾ തലക്കെട്ട് കൊണ്ട് മാത്രം വായിച്ചു പോയൊരു കഥയാണ് ഒരു ഭഗവത്ഗീതയും കുറേ മുലകളും. ഒരു ഭഗവത്ഗീതയും കുറേ മുലകളും. ആരാ വായിച്ചു പോകാത്തത് കേട്ട് കഴിഞ്ഞാൽ? ഇത് രണ്ടും തമ്മിൽ, ഈ അവിലും നമ്മൾ പറയില്ലേ, ഇത് തമ്മിൽ ചേരൂലല്ലോ. അപ്പോൾ അത് AKTK നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന പഴയൊരു മംഗളോദയം പത്രത്തിൻ്റെ പത്രാധിപരുണ്ടായിരുന്നു, അദ്ദേഹം കൊടുത്ത തലക്കെട്ട, അതുകൊണ്ട് വായിച്ചു പോയതാ. ആ കഥ ഇത്രയേ ഉള്ളൂ. ഈ മംഗളോദയത്തിൽ പ്രസിദ്ധീകരിക്കുന്ന പുതിയ പുതിയ പുസ്തകങ്ങളൊക്കെ മംഗളോദയത്തിന് വേണ്ടി നേരത്തെ പുസ്തകം എഴുതി കൊടുത്തിട്ടുള്ള മലയാളത്തിലെ എല്ലാ എഴുത്തുകാർക്കും ഓരോന്ന് കൊടുക്കും. അപ്പോൾ ആ സമയത്താണ് ഭഗവത്ഗീത പ്രസിദ്ധീകരിച്ചത്. അത് വലിയ പുസ്തകമാണ്. അപ്പോൾ എല്ലാവർക്കും ഓരോന്ന് കൊടുത്താൽ മുതലാവില്ല. അപ്പോൾ ഒരു ദിവസം രാവിലെ മലയാളത്തിലെ 3 പ്രധാനപ്പെട്ട എഴുത്തുകാരെ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് വിളിച്ചു. ആര്? AKTK നമ്പൂതിരിപ്പാട്. ആരൊക്കെ 3 പേര്? ഒന്ന് വൈക്കം മുഹമ്മദ് ബഷീറാണ്, ഒന്ന് ജോസഫ് ഉണ്ടശ്ശേരിയാണ്, വേറൊരാൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. ഈ 3 പേരും ചില്ലറക്കാരല്ല, 3 പേരും കേമന്മാരാണ്. അവരോട് ഒരു സോറി പറഞ്ഞു. ഞാൻ വിളിച്ചത് വേറൊന്നിനുമല്ല, ഒറ്റ കാര്യം പറയാനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മംഗളോദയം പുറത്തിറക്കുന്ന എല്ലാ പുസ്തകങ്ങളും ഓരോ കോപ്പി തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന ഭഗവത്ഗീതയാണ്. അത് വലിയ പുസ്തകമാണ്, വലിയ വില കൂടിയ പുസ്തകമാണ്. അപ്പോൾ എല്ലാവർക്കും ഓരോന്ന് തരാനില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ ക്ഷമയോടെ സ്വീകരിക്കണം. നിങ്ങൾക്ക് 3 പേർക്കും കൂടി ഒരു ഭഗവത്ഗീതയുടെ കോപ്പി തരാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തിച്ച് നിന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ സംശയിക്കേണ്ട, നിങ്ങളുടെ കൂട്ടത്തിൽ മികച്ച എഴുത്തുകാരൻ ആരാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നവർക്ക് എടുക്കാം. വിട്ടുപോയോ? പക്ഷേ അപ്പോൾ മുണ്ടശ്ശേരി മാഷ് മഹാ ജീനിയസ് ആണല്ലോ, അദ്ദേഹം ഇങ്ങനെ ശങ്കിച്ചു നിന്നു. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അദ്ദേഹം കാൽപ്പനികനാണല്ലോ, അദ്ദേഹം ഇങ്ങനെ അന്തിച്ചു നിന്നു. ബഷീറിന് ഒരു സങ്കടവും തോന്നിയില്ല, ഒറ്റ ചാടി ബഷീർ എടുത്തു. ഇതാണ് കഥയുടെ അവസാനം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഈ എന്നോട് ഞാൻ പിന്നീട് ഒരിക്കൽ ഞാൻ ഫറൂഖ് കോളേജിൻ്റെ മാഗസിന് വേണ്ടി ഞാൻ സ്റ്റുഡൻ്റ് ഞാൻ പഠിക്കുന്ന കാലത്ത് ബഷീറിനോട് പോയി ചോദിച്ചു, പണ്ട് നിങ്ങളുടെ സാറിൻ്റെ ഒരു കഥയുടെ സാരാംശം അറിയാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചോളൂ എന്നാൽ. അപ്പോൾ അദ്ദേഹം ഞാൻ ചോദിച്ചു, എന്തിനാണ് സാർ, ചങ്ങമ്പുഴയേക്കാളും മുണ്ടശ്ശേരിയേക്കാളും വലിയ എഴുത്തുകാരനാണോ അങ്ങനെ വിചാരിക്കുന്നത് തന്നെ തെറ്റല്ലേ? ആരാ പറഞ്ഞത് ഞാൻ അവരെക്കാളൊക്കെ കേമനാണെന്ന്? അല്ല, ആ പുസ്തകം സാറ് എടുത്താൽ അതല്ല അതിൻ്റെ അർത്ഥം. അല്ലടോ, അതിൻ്റെ അർത്ഥം വേറെയാണ്. പൊട്ടാ, തനക്കത് മനസ്സിലായില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, ചങ്ങമ്പുഴയുടെ സമുദായത്തിന് നേരത്തെ ഗീതയുണ്ട്, അവർക്ക് പ്രത്യേകിച്ച് പുസ്തകം വേണ്ട. മുണ്ടശ്ശേരിയുടെ സമുദായം അവർ വന്ന ഉടനെ ഇവിടത്തുകാരേക്കാൾ നന്നായി ഈ ഭാഷയും സംസ്കാരവും പഠിച്ചവരാണ്. അവർ മലയാള ഭാഷയ്ക്ക് നിഘണ്ടു ഉണ്ടാക്കിയ സമുദായമാണ്. അവർ സംസ്കൃതത്തിന് കോളേജ് ഉണ്ടാക്കിയ സമുദായമാണ്. എൻ്റെ സമുദായം, പൊട്ടന്മാരുടെ സമുദായം, അവരിതൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് വൈകിയാണെങ്കിലും ആരാ ഭഗവത്ഗീത ആദ്യം വായിക്കേണ്ടത്? ഞാനാണ്, വൈക്കം മുഹമ്മദ് ബഷീറാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ സംസ്കാരത്തെ ഉൾക്കൊള്ളാൻ ഇന്ത്യയിൽ എല്ലാവർക്കും കഴിയണം. അത് ജാതിയും മതവും മറന്ന് എല്ലാ ഇന്ത്യക്കാർക്കും സാധിക്കണം എന്നാണ് അതിൻ്റെ ഒരു സന്ദേശം. അതാണ് ബഷീറ പണ്ട് പറഞ്ഞത്. ഇപ്പോൾ ഈ ചൈനീസ് സന്ദേശം, ചൈനീസ് ഭഗവത്ഗീതയുടെ വാർത്ത കേട്ടിട്ടെങ്കിലും ഇന്ത്യക്കാർക്കൊക്കെ ഒന്ന് ബോധം വെച്ചാൽ നല്ലതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.